എം ഡിയെ കൊണ്ട് കാണിച്ചു ആദ്യം. അപ്പോൾ എം ഡി പറഞ്ഞു, ഇത് നീ തന്നെ പബ്ലിഷ് ചെയ്യണം, ബുക്കായിട്ട് അടിക്കണം. പിന്നെ പറഞ്ഞാണ് ഇതിന് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങൾ പ്രവചനം പോലെ പറയാണ്. എനിക്ക് പറയാൻ പറ്റില്ല, ഇന്ത്യയിലെ ഏറ്റവും നല്ല സമ്മാനമുണ്ടല്ലോ, അത് നിനക്ക് കിട്ടും. അപ്പോൾ ഞാൻ ആലോചിച്ച്, ഇത് അത്ഭുതങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് അടിക്കാൻ പറഞ്ഞത് ഇതിൻ്റെ തന്നെ ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടാക്കണം, ഗുജറാത്തി വേർഷൻ ഉണ്ടാക്കണം, സാൻസ്ക്രിറ്റ് വേർഷൻ പുള്ളി പറയാണ്. അങ്ങനെ ഉണ്ടാക്കിയാൽ ഇതൊരു വലിയ ബ്രഹ്മാണ്ഡ സിനിമയ്ക്കുള്ള സ്കോപ്പുള്ള സബ്ജക്റ്റാണ് എന്നോട് പറയാം. വാസ്തവത്തിൽ ഈ ബാഹുബലി എന്നുള്ള കഥ എന്താണെന്നുള്ളത് ഇത് വായിച്ചപ്പോഴെനിക്ക് മനസ്സിലായി. വിനോദ്കുമാർ പറഞ്ഞ കഥയൊക്കെ കേട്ടപ്പോൾ അതൊരു സിനിമ മാത്രമേ ഉള്ളൂ, ചരിത്രമായിട്ട് ബന്ധമുള്ളതല്ല. ഒറിജിനലായിട്ട് ബാഹുബലിയുടെ കഥ ഇതാണ്. ഇതിൽ ബാഹുബലി മാത്രമല്ല, ഭരതനുണ്ട്, അവരുടെ അച്ഛനുണ്ട്, ഒരു വലിയ സംസ്കാരമുണ്ട്, ഇതിൽ ലോജിക്കുണ്ട്, അങ്ങനെ തത്വശാസ്ത്രങ്ങൾ, ഭയങ്കര വിശാലമായ സംഭവമാണിത്. നമസ്കാരം. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഏറെ സുപരിചിതനാണ് ശ്രീ എം ഡി രാജേന്ദ്രൻ. അദ്ദേഹം എംപയർ ടോക്സിന്റെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകളിലൂടെയുള്ള യാത്ര നമ്മൾ ഒന്നിച്ച് പങ്കിട്ടതാണ്. ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ അദ്ദേഹവുമായിട്ടുള്ള ഈ ഒരു നിമിഷം പങ്കിടുന്നത്. കാരണം മലയാളത്തിലെ ഏറ്റവും വലിയ ഭാഷാ സാഹിത്യ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. വളരെ വലിയൊരു തുകയാണ്. അതോടൊപ്പം തന്നെ ഈ പുതിയ കാലത്തും മലയാള ഭാഷയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വലിയ സുമനസ്സുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മലയാളത്തെ സ്നേഹിക്കുന്ന നമുക്ക് ഏവർക്കും ഏറെ ആഹ്ലാദം പകരുന്ന ഒന്നാണ്. സ്വാഗതം സാർ. നമസ്കാരം. ഈ സന്തോഷം നമ്മളുമായിട്ട് പങ്കിടാനെത്തിയതിൽ ഒരുപാട് ആഹ്ലാദമുണ്ട്, അഭിമാനമുണ്ട്. ശ്രാവണ ബളഗോള, ഇതാണ് ഈ ഖണ്ഡകാവ്യത്തിൻ്റെ പേര്. ഈ അവാർഡിനെ പറ്റിയും ഈ പുരസ്കാരത്തെ പറ്റിയും അതുപോലെ തന്നെ ഈ കൃതിയെ പറ്റിയും ഇനിയും ഒരുപാട് പേർ അറിയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പുരസ്കാരം എന്ന് പറയുന്നത് ഇത് ഒരു വലിയ സാഹിത്യകാരൻ്റെ പ്രവചനം സത്യമായി എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇന്നില്ല. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചേനെ. കാരണം അദ്ദേഹം അന്നത് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമായിരുന്നു. ഈ ശ്രാവണ ബളഗോള എന്ന് പറയുന്ന കൃതി ഞാൻ എഴുതാനുള്ള കാരണവും അദ്ദേഹമാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത മുറിയിൽ അതിൻ്റെ എം ഡി ഇരിക്കുന്നുണ്ട്, ആ സ്ഥാപനത്തിൻ്റെ. അപ്പോൾ ഞാൻ ഈ സബ്ജക്റ്റ് ഒരു കവിതയായിട്ട് എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ വീക്കിലി കൊടുക്കാനാണ് കൊണ്ടുപോയിരിക്കുന്നത്. ചെറിയൊരു കവിത വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഈ വീക്കിലിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴേ ഈ പ്രിൻ്റ് മീഡിയ വളരെ ബുദ്ധിമുട്ടിലാണ്. ഒരു 50,000 കോപ്പിയൊക്കെ പോകുന്ന വീക്കിലി ഒരു 10,000 കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിൻ്റെ ഈ കവിത ഞാൻ നിരാകരിക്കുകയാണ്. എൻ്റെ ഒരുപാട് കവിതകൾ പുള്ളി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പുള്ളി എൻ്റെ മുഖത്ത് നോക്കി പറയാണ്. എന്നിട്ട് പറയുമ്പോൾ, ഒരു കാര്യം ചെയ്യൂ, 2 ദിവസം കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ യാത്രയാക്കുകയാണ്. എനിക്ക് ചെറിയ വിഷമം തോന്നി. പക്ഷേ തൊട്ടപ്പുറത്തിരുന്ന മനുഷ്യൻ അതിലേ പാസ് ചെയ്യുന്നു. പുള്ളി ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കും, എന്താ സംഭവമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കവിത, ഞാൻ നേരത്തെ പരിചയമുണ്ട് അദ്ദേഹത്തിന്, എൻ്റെ അച്ഛനൊക്കെ ആയിട്ട് പരിചയമുള്ള ആളാണ്. ഞാനിങ്ങനെ ഈ ശ്രാവണ ബളഗോള എന്നൊരു കവിത എം ഡിക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എം ടി പറഞ്ഞു, അത് വീക്കിലിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ശ്രാവണ ബളഗോളയോ എന്ന് പുള്ളി ഇങ്ങോട്ട് ചോദിച്ചു, എന്താ കഥ? ഞാൻ പറഞ്ഞു, അത് ഈ ഗോമതേശ്വരൻ. ഒരു കാര്യം ചെയ്യും, എൻ്റെ മുറിയിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെ ഇരുന്ന് ഞാൻ ഈ കവിത അദ്ദേഹത്തെ കാണിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, രാജേന്ദ്രനൊരു കാര്യം ചെയ്യൂ, നാളെ കൽപ്പറ്റയ്ക്ക് വരൂ. ഞാൻ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൽപ്പറ്റയ്ക്ക് വരൂ, കൽപ്പറ്റയിൽ എൻ്റെ വീടുണ്ട്, വീടറിയോ? ഞാൻ പറഞ്ഞു, അറിയില്ല. അവിടെ വന്ന് അന്വേഷിച്ചാൽ അറിയും, വലിയ വീടാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു ദിവസം മുഴുവൻ എൻ്റെ കൂടെ ഇരിക്കണം. ഞാനിത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇയാളുടെ കവിത കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഒരു ഖണ്ഡകാവ്യമായിട്ട് വരാൻ കൊള്ളാവുന്ന സംഭവമാണ്, ഇയാൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇത് മാതൃഭൂമിയിൽ അങ്ങനെ കവിതയായിട്ട് വരേണ്ടതല്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴും എനിക്ക് അത്ഭുതം. ഞാനിപ്പോൾ തിരിച്ചു വന്ന് എം ടിയോട് പറഞ്ഞു, ഇങ്ങനെ വീരേന്ദ്രകുമാർ എന്നെ വിളിച്ചിട്ടുണ്ട്. ആ പൊക്കോളൂ, നല്ലതാണ് എന്ന് പുള്ളി പറയുന്നു. അങ്ങനെ ഖണ്ഡകാവ്യമായിട്ട് എഴുതാനും പറഞ്ഞു. അപ്പോൾ എം ടി പറഞ്ഞ ഡയലോഗാണ്, ഖണ്ഡകാവ്യം എഴുതി കഴിഞ്ഞ് എന്നെ കൊണ്ട് കാണിക്കണം. അങ്ങനെ ഞാൻ നേരെ വീരേന്ദ്രകുമാറിൻ്റെ വീട്ടിലേക്ക് പിറ്റേന്ന് പോകുന്നു, കൽപ്പറ്റ. അവിടെ ചെല്ലുമ്പോൾ മനോഹരമായ അന്തരീക്ഷമാണ് അവിടെ. അദ്ദേഹം അവിടെ കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വീകരണ മുറിയിൽ ടീപ്പോയുടെ പുറത്ത് മുഴുവൻ പത്രമാസികളും വീക്കിലികളൊക്കെ അങ്ങനെ കിടക്കുകയാണ്, ഗ്രഹലക്ഷ്മിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ധാരാളം വായിക്കുന്ന ആളാണ് പുള്ളി. അപ്പോൾ അദ്ദേഹം, ഞാൻ വന്നോളൂ, നമുക്ക് മറ്റേ മുറിയിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. ഭക്ഷണം വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഈ ഷുഗർ കംപ്ലയിൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനങ്ങനെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറില്ല. ഞാൻ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഫുഡ് ഓർഡർ ചെയ്യുന്നു വീട്ടിൽ. അപ്പോൾ ആരോ ഇത് കൊണ്ടുവരുന്നു, ഭക്ഷണം കൊണ്ടുവരുന്നു. ഇദ്ദേഹത്തിൻ്റെ കൊച്ചു മോനും അപ്പോൾ കൂടെ വന്നിട്ടുണ്ട്. ഈ ഭക്ഷണത്തിൻ്റെ പ്രത്യേകതയുണ്ട്, വലിയൊരു പാത്രത്തിലാണ്. സാധാരണ ഉള്ള പാത്രത്തിനേക്കാൾ വലിയൊരു
ഒരു പാത്രത്തിലാണ്, സ്റ്റീൽ പാത്രത്തിൽ ഈ ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നത്. മഞ്ഞ വെള്ളമാണത്. മഞ്ഞ വെള്ളം അത് കുടിക്കാൻ ആണ് പുള്ളി പറയുന്നത്. അപ്പം ഞാൻ ഇത് ഷുഗറാണെന്ന് പറഞ്ഞു. എന്നാൽ കുടിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന ആ മഞ്ഞ വെള്ളം നിരാകരിച്ചിട്ട് വെറും സാധാരണ പച്ചവെള്ളം കുടിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ചർച്ച ആരംഭിക്കുന്നത്. ചർച്ചയിലൂടെ പുള്ളി ഒരു വലിയ ഇതിഹാസം അങ്ങോട്ട് തുറന്നിട്ടു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ഒരു ക്ഷേത്രമാണിത്, ഉഷ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ. അപ്പോൾ ആ ക്ഷേത്രമാണെങ്കിൽ അതിനൊരു ഒരുപാട് കഥകളുണ്ട്. നൂറ്റാണ്ടുകളുടെ കഥയാണ് അത്. 7-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യയുടെ കഥയാണ്, ഭാരതത്തിൻ്റെ കഥയാണ്. ഭാരതത്തിലെ നാട്ടുരാജ്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടന്ന സമയത്ത് ആദ്യമായിട്ട് ഇതിനെ ഏകോപിപ്പിച്ച ഒരു രാജാവിൻ്റെ കഥയാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ആ കഥ മുഴുവൻ ഞാൻ കേട്ടു. അദ്ദേഹം ഒരു ജൈനമത വിശ്വാസി കൂടിയല്ലേ? അതെ. ജൈന ഏരിയയാണ്, കൽപ്പറ്റ മുഴുവൻ അങ്ങനെയാണ്. ഇപ്പോൾ ജൈനമതത്തിൻ്റെ ഈ മുഴുവൻ സംഭവം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടി. എനിക്ക് എഴുതാൻ പറ്റുമെന്ന്. അപ്പോൾ ഇയാളുടെ ചെറിയ കവിത കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പറ്റുമെന്ന്. മനസ്സിരുത്തി എഴുതിക്കോളൂ, ബലമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിരുത്തി 1 മാസം വർക്ക് ചെയ്തു. തൃശ്ശൂരിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ അപ്സ്റ്റെയറിൽ ഇങ്ങനെ നിന്ന് ഒറ്റയ്ക്ക് നടന്ന് ആലോചിച്ചൊക്കെ ഈ സാധനം എഴുതി ഉണ്ടാക്കി. MD കൊണ്ട് കാണിച്ചു ആദ്യം. അപ്പോൾ MD പറഞ്ഞു, ഇത് നീ തന്നെ പബ്ലിഷ് ചെയ്യണം, ബുക്കായിട്ട് അടിക്കണം. പിന്നെ പറഞ്ഞാണ് ഇതിന് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങൾ പ്രവചനം പോലെ പറയാണ്. എനിക്ക് പറയാൻ പറ്റില്ല, ഇന്ത്യയിലെ ഏറ്റവും നല്ല സമ്മാനമുണ്ടല്ലോ അത് നിനക്ക് കിട്ടും. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇത് അത്ഭുതങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് അടിക്കാൻ പറഞ്ഞത് ഇതിൻ്റെ തന്നെ ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടാക്കണം, ഗുജറാത്തി വേർഷൻ ഉണ്ടാക്കണം, സാൻസ്ക്രിറ്റ് വേർഷൻ പുള്ളി പറയാണ്. അങ്ങനെ ഉണ്ടാക്കിയാൽ ഇതൊരു വലിയ ബ്രഹ്മാണ്ഡ സിനിമയ്ക്കുള്ള സ്കോപ്പുള്ള സബ്ജക്റ്റാണ് എന്നോട് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. ഞാൻ വിനേന്ദ്രനെ കവിത കാണിച്ചു, പുള്ളിക്ക് അതിനും സന്തോഷമായി. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. ഇത് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരു 10-500 കോപ്പി ആകെ അടിച്ചിട്ടുള്ളൂ. ഇതിനാദ്യത്തെ അവാർഡ് കിട്ടുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ, സാഹിതിയിലെ ഉണ്ണികൃഷ്ണൻ ഇത് വായിച്ചിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇതിന് അവാർഡ് നിശ്ചയമായിട്ട് കിട്ടേണ്ട പുസ്തകമാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ യൂസഫ് അലി കേച്ചേരി അവാർഡ് അവർ പ്രഖ്യാപിക്കുന്നു. തുക പറയല്ല, 25,000 രൂപയുടെ അവാർഡ് എനിക്ക് തരുന്നു. അത് സത്യാനന്ദൊക്കെയുള്ള ഫംഗ്ഷനിൽ വെച്ചിട്ട്, വൈശാഖിനൊക്കെ ഉള്ളത്. അങ്ങനെ ആദ്യമായിട്ട് ഈ പുസ്തകം, എനിക്ക് എത്രയോ കാലമായിട്ട് ഞാൻ കവിതകളും നോവലും സിനിമാ പാട്ടുകളും തന്നെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും അവാർഡ് കിട്ടിയിട്ടില്ലല്ലോ. അവാർഡിൽ അങ്ങനെ താല്പര്യമുള്ള ആളുമല്ല, എങ്കിൽ പോലും അത് പണമല്ലേ. അങ്ങനെ ഇത് കിട്ടുന്നു. ഇത് കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത അവാർഡ് വരുന്നു. അത് വൈക്കത്തു നിന്നാണ്. അത് MK കമലം എന്ന് പറഞ്ഞ് മലയാള സിനിമയിലെ പഴയ നായികയുണ്ട്, പ്രേം നസീറിന്. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവിടുത്തെ പുരോഗമന സാഹിത്യ സംഘം ഉണ്ടാക്കിയ ഒരു അവാർഡാണ്. അപ്പോൾ ആലമ്പൂർ ഇലാക്ഷനും വയലാർ ചരിത്രത്തോർമ്മയ്ക്കാണ് ചടങ്ങിന് വന്ന്. എനിക്ക് പോകാൻ പറ്റിയില്ല, അസുഖം വന്നുകൊണ്ട്. അവരാണ് എനിക്ക് വേണ്ടി അവാർഡ് ഉണ്ണികൃഷ്ണൻ്റെ കൊടുക്കുന്നത്. അങ്ങനെ ആ അവാർഡ് ഞാൻ വാങ്ങുന്നു. അവിടെയും തീരുന്നില്ല. അടുത്ത അവാർഡ് വരുന്നത് അബുദാബി അവാർഡുണ്ട്, ഒരു അവാർഡ്, ശക്തി അവാർഡ്. അത് പൊന്നാനിയിൽ വെച്ച് ഒരു വലിയ ചടങ്ങിൽ വെച്ചിട്ട് പ്രഭാവർമ്മയുടെയൊക്കെ സാന്നിധ്യത്തിൽ നമ്മുടെ CPM-ൻ്റെ സെക്രട്ടറി ഗോവിന്ദൻ മാഷാണ് തരുന്നത്. അവിടെയൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലാം ഈ ശ്രാവണ ബൽഗോളൊക്കെയാണ് വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നാടകീയമായിട്ട് ഈ സോഹൻ റോയുടെ ഇന്ത്യവുഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം മലയാളത്തിൽ 2 ഗംഭീരമായ പുസ്തകങ്ങൾ സാഹിത്യകാരന്മാർക്ക് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സാഹിത്യത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ അമ്മയാണെങ്കിൽ അസാമാന്യ കഴിവുള്ളൊരു എഴുത്തുകാരിയാണ്, കസ്തൂരിബായി. അവരെഴുതിയ ഒരു പുസ്തകം ഞാൻ സോഹൻ റോയ് തന്നിട്ടാണ് വായിക്കുന്നത് തന്നെ. ഞാൻ ഞെട്ടിപ്പോയി. കാരണം CV രാമപിള്ളയുടെയൊക്കെ സ്റ്റാൻഡേർഡുള്ള എഴുത്താണ്. ഡയറിക്കുറിപ്പെടുത്ത അമ്മ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ മഹോപാധ്യായ എന്നുള്ള വലിയൊരു ഡിഗ്രി ഉണ്ട് സംസ്കൃതത്തിൽ. അതൊക്കെ പാസ്സായ ആളാണ് ഈ സ്ത്രീ. അപ്പോൾ ആ അമ്മ KR ഗൗരിയുടെയൊക്കെ സഹപ്രവർത്തകയായിരുന്നു. അസാമാന്യ തീക്ഷണാശാലിയാണെന്ന് എഴുത്ത് കണ്ടാൽ മനസ്സിലാവും. കേരളത്തിൻ്റെ ഹിസ്റ്ററി, കാവ്യപരമായിട്ട് സംഭവം, രാഷ്ട്രീയം എല്ലാം കൂടെ ചേർത്തൊരു വലിയ പുസ്തകമാണ് ഈ ഡയറി കുറിപ്പുകൾ. ഇതെനിക്ക് വായിക്കാൻ തന്നു ഇദ്ദേഹം. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ സോഹൻ, ഇത് വല്ലാത്തൊരു സംഭവമാണല്ലോ, ഇത് മലയാളത്തിൻ്റെ എഴുത്തമ്മയാണല്ലോ എന്ന് ഞാൻ വെറുതെ പറഞ്ഞു. പുള്ളി അപ്പോഴേ സ്ട്രൈക്ക് ചെയ്തു. ശരിയാണ് രാജേന്ദ്ര, ഇങ്ങനെ എഴുത്തമ്മ അവാർഡ് മലയാളത്തിലില്ല, അതുകൊണ്ട് ഞാൻ രാജേന്ദ്രൻ്റെ പുസ്തകത്തിന് എഴുത്തമ്മ അവാർഡ് കിട്ടും എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നു. ജഡ്ജിമാരൊക്കെ വേറെയുണ്ട്, അവർക്ക് ഞാൻ ഈ പുസ്തകം കൊടുക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു, ഇന്ത്യയിലുള്ള പുസ്തകം. അങ്ങനെ ഈ പുസ്തകം കൊടുക്കുന്നു. അവരൊരു വലിയൊരു ഗ്രൂപ്പുണ്ട്, കാരണം 10-30ഓളം അവാർഡുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊക്കെ എടുക്കണം. അങ്ങനെ അവാർഡ് ചെയ്യുന്നൊരു കമ്മിറ്റിയൊക്കെ ഉണ്ട്. അങ്ങനെ ഈ പുസ്തകവും അതിൽ പോകുന്നു. അങ്ങനെയാണ് ഈ പുസ്തകത്തിന് അംഗീകാരം കിട്ടുന്നത്, അതും ആ അമ്മയുടെ പേരിൽ. അങ്ങനെ എഴുത്തച്ഛൻ അവാർഡിന് ശേഷം ഒരു എഴുത്തമ്മ അവാർഡ് ഉണ്ടായി. ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, എഴുത്തച്ഛൻ അവാർഡ് തുകയേക്കാൾ
എഴുത്തമ്മ മുകളിൽ നിൽക്കുകയാണ്. ഉം. അങ്ങനെ എഴുത്തമ്മ അവിടെ നിന്നുള്ള ഏറ്റവും മുന്തിയ തുകയുള്ള ഒരു അവാർഡിലേക്ക് ഈ സാധനം എത്തുന്നു. അപ്പോൾ എം ടിയുടെ പ്രവചനം കറക്റ്റായി. 5 ലക്ഷത്തിന് മുകളിൽ ഒരു അവാർഡ് തുക വരുന്നു. അത് മലയാള സിനിമയിലല്ല, മലയാള സാഹിത്യത്തിനാണ്. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും അത് താങ്കളോടൊപ്പം തന്നെ മറ്റൊരു അവാർഡ്, ഇന്ത്യവുഡിൻ്റെ മറ്റൊരു അവാർഡ് സമ്മാനിക്കപ്പെടുന്നത് മഹാപ്രതിഭയായിട്ടുള്ള ശ്രീകുമാരൻ തമ്പിക്കാണ്. മലയാള സിനിമയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ ഒരുപാട് മേഖലകളിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തോടൊപ്പമാണ് എഴുത്തമ്മ പുരസ്കാരം വാങ്ങുന്ന അദ്ദേഹം ഭാഷാ കേസരി അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെടുന്നു. കൊല്ലത്ത് വലിയ ഒരു ചടങ്ങിലാണ് ഇത് സമ്മാനിക്കുന്നത്. വലിയ അഭിമാനമുണ്ട് തീർച്ചയായിട്ടും. കാരണം താങ്കളെ സംബന്ധിച്ച് താങ്കൾ കൊല്ലം സ്വദേശിയാണ്. കൊല്ലത്ത് വെച്ചാണ് അവാർഡ് സമ്മാനിക്കപ്പെടുന്നത്. അതേസമയം തന്നെ കർമ്മം കൊണ്ട് തൃശ്ശൂർക്കാരനാണ്, തൃശ്ശൂരാണ് വസിക്കുന്നത്. ഇവിടെ വെച്ചാണ് ഈ വർക്ക് പൂർത്തിയാക്കിയത്. MT പോലെയുള്ള ഒരു വലിയ മഹാജ്യോതിസിന്റെ ഒരു എല്ലാവിധ പ്രോത്സാഹനവും നമുക്ക് ഉണ്ടായിരുന്നു. ഇനി വേറൊരു അത്ഭുതം കൂടെ പറയാം. ഞാൻ സാധാരണ MT വന്നാലും തൃശ്ശൂർ കാസിനോ ഹോട്ടലിലാണ് താമസിക്കുക. അപ്പോൾ സിനിമയുടെ ചർച്ചകളും അതും ഇതൊക്കെ ഉണ്ടാവും. ഒരിക്കൽ ഒരു ആനിമേഷൻ മൂവി ഒരാൾ എന്നെ അപ്രോച്ച് ചെയ്തിട്ട് എനിക്കൊരു 30,000 രൂപ അഡ്വാൻസ് ഒക്കെ തന്നു. അപ്പോൾ ഞാൻ വലിയ ഗമയിൽ ഒരു ആനിമേഷൻ സ്ക്രിപ്റ്റ് മലയാളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നുള്ള ഹുങ്കോടുകൂടി MT താമസിക്കുന്ന 711 റൂമാണ്. ആ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ഷൂട്ടൊക്കെ എടുത്ത് ഞാനും ഗംഭീരമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വാസുവേട്ടൻ ഭാഗ്യത്തിന് അവിടെ വന്നു. അപ്പോൾ ഞാൻ വാസുവേട്ടൻ്റെ ഒരു ഗമയിൽ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, വാസുവേട്ട ഞാൻ ഇങ്ങനെ ഒരു ആനിമേഷൻ മൂവിക്ക് എനിക്കൊരു അഡ്വാൻസ് കിട്ടി. അപ്പോൾ വാസുവേട്ടൻ്റെ മുഖത്ത് ഞെട്ടലോ പരിഭ്രമമോ ഒന്നുമില്ല. ഒരു ആകെ നിസ്തേജനായിട്ടാണ് പുള്ളി ഇരിക്കുന്നത്. ഇങ്ങനെ വന്നിരിക്കുകയാണ്, ഞാനിത് ഇടാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ വാസുവേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അവർ കളിപ്പിക്കാതിരുന്നാൽ കൊള്ളാം. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. എൻ്റെ ഒരു കഥ മാണിക്കക്കല്ല് ഇതുപോലെ ആനിമേഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. എനിക്ക് വലിയ എമൗണ്ട് ഒന്നും കിട്ടിയില്ല, പക്ഷേ അത് ചില ആൾക്കാർക്ക് കിട്ടിയെന്ന് എനിക്കറിയാം. ഞാൻ കേസൊന്നും കൊടുക്കാതെ എനിക്ക് പോകുന്നില്ല. അപ്പോൾ ഈ 30,000 കാര്യം ഞാൻ മിണ്ടിയേയില്ല, കാരണം അതോടെ തീർന്നു. അപ്പോഴാണ് ഈ ശ്രാവണവർഗയുടെ സംഭവം ചർച്ച വരുന്നത്. അപ്പോൾ ഖണ്ഡകാവ്യം എഴുതിയൊക്കെ പറഞ്ഞല്ലോ, നിൻ്റെ കഥയ്ക്ക് ഈ അബദ്ധം പറ്റരുത്, അതാണ് പറഞ്ഞത്. ബഹുഭാഷാ ചിത്രമായിട്ട് ഇത് വരും. ഇത് കർണാടക ബേസ്ഡാണ് ഈ കഥ. അപ്പോൾ കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ ഈ പടം വരും. നീ ആനിമേഷൻ എന്ന് പറഞ്ഞ് ഈ 30,000 മേടിച്ചതുപോലെ അവർക്ക് കൊടുക്കാനിടയാവരുത്, ശരിക്ക് വില പേശണം. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് എനിക്ക് മനസ്സിലായി. വാസ്തവത്തിൽ ഈ ബാഹുബലി എന്നുള്ള കഥ എന്താണെന്നുള്ളത് ഇത് വായിച്ചപ്പോഴെനിക്ക് മനസ്സിലായി. വിനോദ്കുമാർ പറഞ്ഞ കഥയൊക്കെ കേട്ടപ്പോൾ അതൊരു സിനിമ മാത്രമേ ഉള്ളൂ, ചരിത്രമായിട്ട് ബന്ധമുള്ളതല്ല. ഒറിജിനലായിട്ട് ബാഹുബലിയുടെ കഥ ഇതാണ്. ഇതിൽ ബാഹുബലി മാത്രമല്ല, ഭരതനുണ്ട്, അവരുടെ അച്ഛനുണ്ട്, ഒരു വലിയ സംസ്കാരമുണ്ട്, ഇതിൽ ലോജിക്കുണ്ട്, അങ്ങനെ തത്വശാസ്ത്രങ്ങൾ, ഭയങ്കര വിശാലമായ സംഭവമാണിത്. ഇൻഡയറക്റ്റായിട്ട് MT സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായൊരു കൃതിയുണ്ട്, 2-ാം ഊഴം. അത് ഊഴം വെച്ച ആൾക്കാർ പടമെടുക്കാൻ വേണ്ടി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്രയും ബൃഹത്തായ ഒരു സംഭവമാണ്. ആ ഗതി ഇതിന് വരരുത്, ഇത് നീ വളരെ ആലോചിച്ച് മാത്രമേ കച്ചവടം നടത്താവൂ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ ആഗ്രഹം, സിനിമാക്കാരനാണല്ലോ ഞാൻ, ഇത് സിനിമയാവുമോ എന്നുള്ള തോന്നലുണ്ടായി. അങ്ങനെ MT പറഞ്ഞത് അതും സത്യമാവുകയാണ്. ഈ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ വിശ്വസിക്കുകയില്ല, എനിക്ക് 2-3 ഫോൺ കോൾ വന്നു. ഇവിടുത്തുകാരല്ല, നേരത്തെ പറഞ്ഞ പോലെ കന്നഡയിലുള്ളവരാണ്. രാമോജി റാവു സ്റ്റുഡിയോയിൽ വെച്ച് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ ഒരാൾ വിളിച്ചു. ഈ സിനിമാക്കാർ പറയുന്ന മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ആ രാമോജി റാവു സ്റ്റുഡിയോ വിട്ടിട്ട് രാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാഹുബലി എന്നുള്ള ആ കഥയും ഇതുമായിട്ട് ഒരു ബന്ധമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ കഥ എൻ്റയർലി ഡിഫറൻ്റാണ്. പേരിൽ മാത്രമേ സാമ്യമുള്ളൂ, ഇതിലെ കഥാപാത്രങ്ങളിൽ പേരിൽ മാത്രമുള്ള സാമ്യം. ഭരതൻ എന്നൊരു കഥാപാത്രം അതിലില്ല, ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്റ്റഡി ചെയ്യും തോറും ഭയങ്കരമായ അത്ഭുതം ഈ കഥയിലുള്ള ഓരോ കാര്യങ്ങളും ബുദ്ധൻ്റെയൊക്കെ ജീവിതമായിട്ടുള്ളൊക്കെ കണക്റ്റഡായത്. നമ്മുടെ രജനീകാന്തിൻ്റെ ഒരു വലിയ ഭക്തനാണ് രാഘവേന്ദ്ര. അപ്പോൾ രാഘവേന്ദ്ര മഠം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രാഘവേന്ദ്രൻ്റെ ഒരു അനുയായി തന്നെയാണ്. അദ്ദേഹം ഒരു പടം എടുത്തിട്ടുണ്ട് രാഘവേന്ദ്രനെ കുറിച്ച്, ബാബ എന്നൊരു പടം. അപ്പോൾ അങ്ങനെ അത്രത്തോളം ദിവ്യമായിട്ടുള്ള സംഭവമാണ് ഈ ബാഹുബലിയിലുള്ള ഈ കഥാപാത്രം. അപ്പോൾ ഗോമതേശ്വര പ്രതിമ വാസ്തവത്തിൽ ബുദ്ധൻ തന്നെയാണെന്നാണ്. അതായത് ജൈന മതത്തിൽ വിശ്വസിച്ചിട്ടുള്ള ഒരുപാട് സന്യാസിമാർ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ തീർത്ഥങ്കരന്മാരെന്ന് അവരെ പറയുക. അപ്പോൾ അതിലൊരു തീർത്ഥങ്കരനായിട്ട് ഇദ്ദേഹം മാറുകയാണ് ഈ കഥാപാത്രം. അങ്ങനെ അതിന് വലിയൊരു വ്യാപ്തി വന്നപ്പോൾ ഞാൻ ഈ ഖണ്ഡകാവ്യമാക്കണം എന്ന് MT പറഞ്ഞത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നി. കാരണം
ഒരു ചെറിയ ചിമിഴിൽ ഒതുങ്ങാത്ത സംഭവമാണിത്. ഞാൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്, ധാരാളം കവിത എഴുതിയിട്ടുണ്ട്. അതെല്ലാം പബ്ലിഷ്ഡുമാണ്, NBS ഒക്കെ പബ്ലിഷ് ചെയ്ത് ഒരുപാട്. പക്ഷേ ഇത്രയും പെയിൻ എടുത്ത ഒരു കവിത എഴുതിയിട്ടുമില്ല. തുടങ്ങിയപ്പോൾ തൊട്ട് അതിന് അവാർഡുകൾ കിട്ടുന്നൊരു അത്ഭുതം ഉണ്ടായിട്ടില്ല. ഒരു വർഷത്തിനുള്ളിൽ 5-6 അവാർഡ് കിട്ടുന്ന ഒരു ഭീകരമായ അവസ്ഥയെ നമ്മളെങ്ങനെ നേരിടും എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകം പോകുന്നത്. ഇതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല എന്നുള്ളത് ഞാൻ തുറന്ന് പറയാം. ഇറ്റ് ബിലോങ്സ് ടു വാസുകേട്ടൻ. പിന്നെ അതിനേക്കാളൊക്കെ ഇത് കണ്ടെത്തി എനിക്ക് എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഈ ഊർജ്ജം പകർന്നു തന്ന സാക്ഷാൽ വീരേന്ദ്രകുമാർ. അദ്ദേഹം ഇല്ല. ഈ അവാർഡ് തുക കിട്ടിയതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള തോന്നലല്ല, അദ്ദേഹത്തിൻ്റെ മകനെ പോയി കണ്ടിട്ട്, ശ്രേയാംസിനെ പോയി കണ്ടിട്ട്, ശ്രേയാംസമൊത്ത് അദ്ദേഹത്തിനെ സംസ്കരിച്ചിട്ടുള്ള സ്ഥലത്ത് പോയി ഇന്ന് നമസ്കരിക്കണം ഈ പുസ്തകം വെച്ചിട്ട്. കാരണം ഹി വാസ് ദ റിയൽ, അതിൻ്റെ ഒരു സോഴ്സ് ഓഫ് എന്നുണ്ടല്ലോ, അതുണ്ടാക്കിയ ആൾ പുള്ളി തന്നെയാണ്. പിന്നെ ഈ സ്റ്റുഡിയോയിൽ എന്ന് പറയുന്നതിന് വേറൊരു ഗുണമുണ്ട്. കാരണം എല്ലാ നന്മകളും കണ്ടെത്തുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് താങ്കളുടേത്. അല്ല, മലയാള സിനിമയുടെ നാളിതുവരെയുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് ആരെങ്കിലും ഒരു പുസ്തകം എഴുതുന്നുണ്ടെങ്കിൽ താങ്കളെ റെഫർ ചെയ്യാതെ പറ്റില്ല. കാരണം താങ്കൾ ചെയ്തിട്ടുള്ള, ഞാനിത് ഇവിടെ വന്നപ്പോൾ സന്ദർഭവശാൽ പറയുകയാണ്, ആ ഇൻഫർമേഷൻസൊക്കെ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അത് പിന്നീട് ഒരു ചരിത്രമാകുമ്പോൾ എംപയർ അതിനകത്തൊരു വലിയ സ്ഥാനം വഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ബാഹുബലി ഒരു ബ്രഹ്മാണ്ഡ സിനിമയായി വരുമ്പോൾ അതൊക്കെ അവിടെ കഥയോടെയും പറയാം, അത് രസമുള്ള കഥയാണ്. ഞാനിങ്ങനെ സിനിമ എന്നുള്ള ആശയം MD എന്നിൽ തൊടുത്ത് വിട്ടല്ലോ. ഒരു പക്ഷേ എങ്ങനെ ഉണ്ടാകാമെന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഞാൻ ഹരിഹരനുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഈ ടോപ്പിക്ക് സംസാരിച്ചു. ഇങ്ങനെ ശ്രാവണ മൾഗോള എന്നൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഹരിഹരൻ പറഞ്ഞു കൊള്ളാം, പക്ഷേ അതൊരുപാട് എക്സ്പെൻസ് വരുന്നൊരു, മലയാളത്തിന് താങ്ങാവുന്നൊരു സംഭവമല്ല അത്. എന്നാൽ പുള്ളി പറഞ്ഞു അത് ശരിയാവില്ല. കുറെ കൂടെ കടത്തിയാണ് ഈ അടുത്ത കാലത്ത് ഞാൻ 1,00,000 രൂപയുടെ ഒരു അവാർഡ് പ്രിയദർശന് കൊടുത്തു. ഞാൻ അവാർഡ് കൊടുത്തു കാരണം ഇവിടെയുള്ളൊരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, പ്രിയദർശനെ ആദരിക്കുന്ന ചടങ്ങ് എലൈറ്റ് ഹോട്ടലിൽ വെച്ചു. അപ്പോൾ ആ അവാർഡ് ഞാനാണ് കൊടുത്തത്. അവാർഡ് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ സ്വകാര്യ സംഭാഷണം ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രാവണബൽഗയുടെ കാര്യം പറഞ്ഞു പ്രിയദർശനോട്. ഒരുപാട് പടം പ്രിയദർശൻ എടുത്തിട്ടുണ്ട്, ഒരു വലിയ ക്യാൻവാസിലൊരു പടം ആലോചിച്ചുകൂടെ എന്നിങ്ങനെ ചോദിച്ചു. ആ പ്രിയൻ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. പുള്ളിയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, അതിപ്പോൾ രാജേന്ദ്ര പ്രധാനമായിട്ടും ഇപ്പോഴത്തെ സിനിമയൊക്കെ വല്ലാത്തൊരു വോയിസാണല്ലോ, ഇപ്പോഴത്തെ സിനിമയൊക്കെ പോക്കാണ്. ഞാനതുകൊണ്ട് വെബ് സീരീസാണ് ചെയ്യാറുള്ളത്. അതാകുമ്പോൾ റിട്ടേൺസ് ഉണ്ടാവും, മറ്റത് വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയും ബൃഹത്തായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല എന്നങ്ങനെ സത്യസന്ധമായിട്ട് പറഞ്ഞു. അതോടെ ഞാൻ മലയാളത്തിൽ ഇതിൻ്റെ ഏതാണ്ട് ജാതകം കുറിച്ചു. പക്ഷേ ഈ അവാർഡ് കിട്ടിയ ശേഷം ഈ കന്നഡക്കാരൻ്റെ ഫോൺ വന്നപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ സ്വപ്നങ്ങൾ വന്നു. രാമ സ്റ്റുഡിയോ, ലൊക്കേഷൻ, കാര്യങ്ങൾ. അയാളുടെ മനസ്സിൽ ഭീകരമായ സങ്കല്പങ്ങളാണ് ഉള്ളത്. കിങ് ഷാരൂഖ് ഖാൻ ഈ വേഷത്തിൽ വരണമെന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിൽ സങ്കല്പിച്ചു, സുഖമുള്ള ശ്രീനിവാസൻ പറഞ്ഞ പോലെ എന്തോ ഒരു ആഗ്രഹമുണ്ടല്ലോ, നടക്കാത്ത കൊള്ളാവുന്ന ആഗ്രഹം എന്ന് പറഞ്ഞതുപോലെ മോഹൻലാലും ഷാരൂഖ് ഖാനും ഉദ്ദേശിക്കുന്നത്. ഈ ഭരതനുള്ള കഥാപാത്രം ബാഹുബലിയും അയാളുടെ മനസ്സിൽ മോഹൻലാലും വേണം, മറ്റേയാളും വേണമെന്നാണ്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു, ഈ കന്നഡക്കാരൻ്റെ മനസ്സിലും ഈ മോഹൻലാലിൻ്റെ സ്ഥാനം ഞാൻ ആലോചിച്ചു. എന്താണ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്? എത്ര വർഷം മുമ്പാണ്? എനിക്കത് പറയാൻ പറ്റില്ല. കാരണം കുറേശ്ശെ ഇതിൻ്റെ ബീജാഭാവം വന്നിട്ട് ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇത് ഇങ്ങനെ പോയി കാണുന്നത്. ആദ്യ കോപ്പി പ്രസിദ്ധീകരിച്ചതെന്നായിരുന്നു? ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ മാതൃഭൂമിയിൽ. അപ്പം മാതൃഭൂമിയുടെ സർക്കുലേഷനെ ഇത് ബാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അതേ എഡിറ്റർ അല്ല എപ്പോഴും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിലെ ആദ്യത്തെ കോപ്പി പബ്ലിഷ് ചെയ്ത് ഇപ്പൊ നമ്മുടെ മുന്നിൽ 2 പബ്ലിക്കേഷൻ വന്നിട്ടില്ല, 5 വർഷം മുമ്പാണ്. ഈ 5 വർഷത്തിനിടയിൽ ഇതിന് അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ അംഗീകാരങ്ങളുടെ വഴിയിൽ ഏറ്റവും വലിയ അംഗീകാരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. മിക്കവാറും എനിക്ക് തോന്നുന്നു ഇത് അടുത്ത് തന്നെ ഒരു സിനിമയ്ക്കുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു സിനിമ സ്വപ്നം സംഭവിക്കും. പക്ഷേ സിനിമ സ്വപ്നം സങ്കല്പിക്കുക MD പറഞ്ഞതുപോലെ ആനിമേഷൻ്റെ അബദ്ധം ഉണ്ടാവരുത്. കാരണം വലിയ ബൾക്ക് എമൗണ്ടിന് വാങ്ങിച്ചിട്ട് അതിനേക്കാൾ ഭീകരമായ എമൗണ്ടിന് സിനിമയുടെ ചരിത്ര കോടികൾക്ക് സിനിമ എടുക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം ഇന്ത്യൻ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. ഈ കിങ് ഷാരൂഖ് ഖാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവരഭിനയിക്കുന്ന പടങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതും പിന്നെ നമ്മുടെ മോഹൻലാലും ഇവരൊക്കെയുള്ളൊരു പടം ആ കന്നഡക്കാരൻ എടുത്തു കഴിഞ്ഞാൽ എന്താവും ഗതി എന്ന് ആലോചിച്ചിട്ട് ഞാൻ എന്താ പറയുക, മാനസികമായിട്ട് തകരുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്വപ്നം അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഈ പുസ്തകത്തിന് മലയാളത്തിൽ ഉള്ള ഏറ്റവും നല്ല പുസ്തകത്തിനുള്ള ഒരു അംഗീകാരം കിട്ടുകയെന്ന്. പിന്നെ വേറൊരു വലിയ സംഭവമുണ്ട്, അത് ഞാൻ പലത്തും പറഞ്ഞിട്ടുണ്ട്. മലയാള കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണ്, മലയാള കവിതയ്ക്ക് ഭയങ്കരമായ അപജയം വന്നിരിക്കുകയാണ്. ഏറ്റവും നല്ല വൃത്തത്തിൽ മനോഹരമായിട്ട് കവിത എഴുതിയ അക്കിത്തമുണ്ട്.
അതിനേക്കാൾ മനോഹരമായിട്ട് കവിത എഴുതിയ സച്ചിദാനന്ദനുണ്ട്. അതിനേക്കാൾ മനോഹരമായ കവിത എഴുതിയ KG ശങ്കരപ്പിള്ളിയുണ്ട്. ഇവരൊക്കെ കവിത എഴുതി. അതൊക്കെ വൃത്താധിഷ്ഠിതമായിരുന്നു. അല്ലാതെ അവർക്ക് എഴുതാൻ അറിയാം. അത്രയും കഴിവുള്ള കവികൾ അങ്ങനെ എഴുതുമ്പോൾ സുഖമില്ല. അവർ എഴുതുമ്പോൾ അതിനകത്ത് കുഴപ്പമില്ല. നേരെ മറിച്ച് ഇവരെഴുതുന്ന ഗദ്യകവിതകൾ മാത്രം കണ്ടിട്ട് ഇതാണ് കവിത എന്ന് ധരിച്ചിട്ട് ഇവരെ യഥാർത്ഥ കവിത മറന്നു. വൃത്തം അറിഞ്ഞുകൂടാ. അക്കിത്തവും ഞാനും കൂടി ആകാശവാണിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് അയാളോട് എന്തോ ഒരു കവിതയോട് ആരും ചോദിച്ചതാണ്. രമേശൻ നായരുണ്ട്. അയാൾ ഇങ്ങോട്ടൊരു ലക്ഷണം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടി. ഒരു പക്ഷേ അക്കിത്തത്തിൻ്റെ മരണകാരണം അതാവാം. ഉള്ളിൻ്റെ ഉള്ള വേദന കാണും. ചൊല്ലാം വസന്ത തിലകം ശാർദൂല വിക്രീഡിതം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് വസന്ത തിലകം പറഞ്ഞുകൂടെ അയാൾ കവിതയും കൊണ്ടുവന്നിരിക്കുകയാണ്. അയാൾ കൊണ്ടുവന്നിരിക്കുന്നത് ഗദ്യകവിതയാണ്. ഞാൻ ഗദ്യകവിതകളെ കുറ്റം പറയുന്നതല്ല. അങ്ങനെ വന്നപ്പോൾ ബേസിക്കായിട്ടുള്ള അക്ഷരമാല കായ്ക്ക ഗായിക്കാങ്ങ ഇതറിയാത്തവരൊക്കെ കവികളാവുകയും അവർ കവിത എഴുതുകയും അതൊക്കെ എല്ലാവരും കൊണ്ടാടുകയും കൂടി ചെയ്തു. അപ്പോൾ അവർക്ക് തോന്നി ഇനി ഈ വൃത്തങ്ങളൊന്നും പഠിക്കണ്ട. ഒരു വലിയ വരി മുറിച്ച് താഴോട്ട് എഴുതി കഴിഞ്ഞാൽ അതൊരു കവിതയായി മാറുന്നു. ഉദാഹരണത്തിന് വലിയ ബൈബിളുണ്ട്, വിശുദ്ധ ബൈബിളുണ്ട്. ആ ബൈബിള് വാസ്തവത്തിൽ വായിച്ചാൽ തീരില്ല. അത്രമാത്രം ഇത്രയും നല്ല ലാംഗ്വേജ് ഇല്ല. ബിബ്ലിക്കൽ ലാംഗ്വേജാണ് ലോകത്തിലെ ഏറ്റവും നല്ല ലാംഗ്വേജ്. അതിൽ പറയാതെ അറിയാമല്ലോ അതിലെ ഓരോ ഭാഗങ്ങളും. ഇത് മനസ്സിലാക്കാതെ ചെറിയ ബൈബിളുണ്ട്. ബൈബിൾ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ചെറിയ ഫോമിലുള്ള ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ ബൈബിൾ വായിച്ചു എന്ന് പറയുന്ന ആൾ ഒരാളോട് ഞാൻ നേരിട്ട് ഇസ്കാരിയോത്തിൻ്റെ മകനായതെന്ന് ചോദിച്ചു. ഞാൻ ബേസിക്കലി ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന നോളജ് ചോദിച്ചപ്പോൾ അയാൾക്ക് ഇസ്കാരിയോത്താണ് ആരാണെന്ന് അറിയില്ല. ഏതോ യൂറോപ്പിലെ മറ്റൊരു ഭരണാധികാരിയാണെന്നൊക്കെ അയാൾ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഈ ചെറിയ ബൈബിൾ അയാൾ വായിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ മലയാള സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ആണിക്കല്ലാണ് വൃത്തം. അതിന് വൃത്തനിബദ്ധമായിട്ടുള്ള കവിത എഴുതിയവൻ മാത്രമേ കവിയായിട്ടുള്ളൂ. അങ്ങനെ കവിത ഏതാണ്ട് ഒരു നാശോന്മുഖമായിരിക്കുമ്പോൾ കുറച്ച് പേരുടെ ഖണ്ഡകാവ്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ മലയാളത്തിൽ. പ്രഭാവർമ്മയുടെ അതിമനോഹരമായ പ്രഭാവർമ്മ വൃത്തത്തിൽ കവിത എഴുതുന്ന മനോഹരമായിട്ട് കവിത എഴുതുന്ന ഇപ്പോഴത്തെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കവിയാണ്. പിന്നെ ജയകുമാർ, എൻ്റെ സുഹൃത്ത് ജയകുമാറുണ്ട്. അദ്ദേഹം മനോഹരമായിട്ടുള്ള വൃത്താധിഷ്ഠിതമായിട്ടുള്ള ഈ കവിതകൾ എഴുതുന്നു, ഖണ്ഡകാവ്യങ്ങൾ. പിന്നെ ആരാ എഴുതിയിട്ടുള്ളത്? ഒരൊറ്റ ആളില്ല. എഴുതുന്നത് എന്താണ്? വൃത്തരഹിതമായിട്ടുള്ള കവിതകൾ. ആ കവിതകൾ ഇങ്ങനെ വന്ന് അവരും ഔട്ടായി. കാരണം വൃത്തവുമില്ല, ചതുരവുമില്ല, ജീവിത ദുഃഖം തന്നെ തുറന്ന് പാടുന്ന ഒരാൾ വന്നു. വൃത്തത്തിൽ ഒന്നും അല്ലെങ്കിലും അവൻ്റെ ദുഃഖങ്ങൾ അവൻ പാടുകയാണ്. അവൻ്റെ കണ്ണീര് അവനിങ്ങനെ ചാലിച്ചു. അത് അംഗീകരിക്കപ്പെട്ടു. അവൻ്റെ പിന്നാലെയായി മലയാള സാഹിത്യവും മലയാള ചലച്ചിത്രഗാന സാഹിത്യവും ഒക്കെ. വേടൻ എന്ന് പറയുന്നൊരു പാവപ്പെട്ട നല്ല മിടുക്കൻ. അയാളുടെ പട്ടിണിയും കണ്ണീരും അയാൾക്ക് അറിയാവുന്ന ഭാഷയിൽ, വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല, അയാൾ എഴുതി വെച്ചു. പക്ഷേ അതൊരു മാതൃകയായിട്ട് അതാണ് കവിത എന്ന് പറഞ്ഞ് നീങ്ങിക്കഴിഞ്ഞാൽ ഈ വൃത്തരാഹിത്യത്തിൻ്റെ കവികളുണ്ടല്ലോ, അവരിപ്പോൾ വേടനെ അനുകരിക്കാൻ പോവുകയാണ്. പക്ഷെ വേടൻ്റെ കവിതയിൽ കൃത്യമായിട്ട് പ്രാസമുണ്ട്. വൃത്തം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രാസമുണ്ട്. ഒരു നാടൻ പാട്ടിന്. കാരണം അത് ഒന്നുകൂടെ ഞാൻ ഒരുപാട് കാലമായിട്ട് പറയാനിരിക്കുന്നൊരു സംഭവമുണ്ട്. അതായത് എൻ്റെ അച്ഛനും പിന്നെ ഒരുപാട് ആൾക്കാരും പണ്ട് പടപ്പാട്ട് എഴുതിയിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ വേണ്ടി പടപ്പാട്ട്. ഒരു സുബ്രഹ്മണ്യം തിരുമുമ്പാണ് ആദ്യം എഴുതി, MS ഒക്കെ നാട്ടുകാർ. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ, തിരുനെല്ലൂർ കരുണാകരൻ, ഇങ്ങനെ ഒരുപാട് കവികളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പടപ്പാട്ട് എഴുതിയ അച്ഛനാണ്. നേരിട്ടങ്ങ് എഴുതുകയാണ് അച്ഛൻ, ഡയറക്റ്റ്. അത് പക്ഷേ വൃത്താധിഷ്ഠിതമായിരുന്നു. പിന്നെ ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ട് പടപ്പാട്ട്. പക്ഷേ ചങ്ങമ്പുഴ വേറെ കുറേ കവിതകൾ എഴുതിയത് കൊണ്ട് അത് ക്രമേണ വിത്തനാഥൻ്റെ ബേബിക്ക് പാലും നിർത്തനച്ചെറുക്കൻ ഉമിനീരും ഈശ്വര ചെയ്ത അല്ല ആകിൽ അമ്മട്ടുള്ള ഈശ്വരനെ ചവിട്ടുക നമ്മൾ. പക്ഷേ അതും വൃത്തത്തിലാണ് എഴുതിയത്. എന്നാലും ഒരു ഡീവിയേഷൻ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള പടപ്പാട്ടുകൾ അവരെഴുതിയ ഒരു എടശ്ശേരി, കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് എടശ്ശേരി എഴുതിയിട്ടുണ്ട്. ആ ഒരു തലമുറ കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ഒരാളുണ്ട്, കുമാരനാശാൻ, മാറ്റുകിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതികളിയെ നിങ്ങളെത്താൻ. അത് വൃത്താധിഷ്ഠിതമാണ് അതും. പക്ഷേ അതിന് ശേഷം വന്ന കവികൾ ക്രമേണ അത് വിട്ടിട്ട് ഒരു 48 കാലത്തൊക്കെ അച്ഛനൊക്കെ കവിത എഴുതിയിരുന്നു. അങ്ങനെ അച്ഛൻ്റെ പടപ്പാട്ടിൻ്റെ ഒരു പ്രത്യേക കാലം കഴിഞ്ഞപ്പോൾ അടുത്ത പടപ്പാട്ടുകാരൻ വന്നത് കുറെ കൂടെ ഭീകരമായിട്ടാണ്. പാട്ട് മാത്രമല്ല, പുള്ളി അത് രംഗത്ത് അവതരിപ്പിക്കുക, പ്രത്യേക ഡ്രസ്സുകളൊക്കെ നിന്ന് കൊലവിളിയൊക്കെ വിളിച്ചുകൊണ്ട് നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് പറഞ്ഞിട്ടൊരു കവിത ഉണ്ടാക്കി. അതിനുശേഷം കടമ്മനിട്ട് വന്നു. അപ്പോൾ എല്ലാ ബുദ്ധിജീവികളും എഴുത്തുകാരും കടമ്മനിട്ടയുടെ കവിതയുടെ പിന്നാലെയായി.
കടമ്മനിട്ടയെ കോട്ട് ചെയ്യുക, കടമ്മനിട്ട കവിത കാണാതെ പഠിക്കുക. ഒരു സർവകലാശാലയിൽ മൊത്തം കടമ്മനിട്ട കടമ്മൻ എന്നൊക്കെ അവർ സ്നേഹം കൊണ്ട് പറയും. ഞാനും കടമ്മനും അടുപ്പം കാണിക്കും. അങ്ങനെ നമ്മുടെ പ്രേംനസീറിനേക്കാളൊക്കെ വലിയ ഇമേജായിരുന്നു കടമ്മൻ ഉണ്ടായിരുന്നത്. ഈ കടമ്മന് ശേഷം വന്ന കടമ്മനാണ് വേടൻ. കടമ്മൻ്റെ അന്ന് ഉണ്ടായിരുന്ന ആരാധകർ ഇപ്പോൾ വേടൻ്റെ പിന്നാലെയാണ്. പക്ഷെ ഒരു അപകടം പറ്റിയത്, വേടന് കടമ്മൻ്റെ അറിവില്ല, വൃത്തത്തെക്കുറിച്ചുള്ള ബോധമില്ല, അത്ര വലിയ വിദ്യാഭ്യാസമില്ല, പിന്നെ ഒരേ ടോണിലുള്ള കവിതയെ പറ്റുള്ളൂ പുള്ളിക്ക്. അപ്പോൾ എന്ത് പറ്റി? വേടനിലേക്ക് മലയാള കവിത വളർന്നു തളർന്നു എന്നുള്ളത് താങ്കൾ നിശ്ചയിച്ചോളൂ. ഇപ്പോൾ വേടൻ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ദുഃഖിക്കുന്നവൻ്റെ സുവിശേഷമാണ് അയാളുടെ കവിതകളൊക്കെ. അപ്പോൾ അങ്ങനെ 3 ഘട്ടമായിട്ടാണ് ഇപ്പം നമ്മുടെ കവിത നിൽക്കുന്നത്. ഇപ്പോഴത്തെ യുവ കവികൾ എവിടെ നിൽക്കണം? വൃത്തം വേണോ ചതുരം വേണോ? എൻ്റെ അഭിപ്രായത്തിൽ ശരിക്ക് പഠിച്ച് വൃത്തം ശരിക്ക് മലയാള ഭാഷ ശരിക്ക് സ്വായത്തമാക്കിയ ശേഷം അതിലേക്ക് പ്രവേശിക്കുകയാണ് നല്ലത്. മുണ്ടശ്ശേരി മാഷ് ഒരിക്കൽ അച്ഛനുമായിട്ട് നടക്കുമ്പോൾ ഒരു ചർച്ച നടത്തി. അന്തരീക്ഷമാണോ ശരി, അന്തരീക്ഷമാണോ ശരി? അപ്പോൾ ഈ അന്തരീക്ഷം എന്നുള്ളതും അന്തരീക്ഷം ഇത് ഏതാണ് ശരി എന്നുള്ളതും ഭാഷ അറിയാവുന്നല്ലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരുപാട് വാക്കുകൾ തന്നെ പണ്ഡിതന്മാർക്ക് പോലും. സുകുമാർ അഴീക്കോട് ഒരിക്കൽ അദ്ദേഹത്തിനോട്, എൻ്റെ അമ്മ മരിച്ചുപോയ KG കുഞ്ഞുകുട്ടിയമ്മ, അമ്മയ്ക്ക് കുമാരനാശാൻ്റെ ഒരു കവിതയിൽ ഒരു പ്രത്യേക ലൈനുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പുള്ളിക്ക് അറിയില്ല അമ്മയ്ക്ക്. അമ്മ കുമാരനാശാനെ ചെറുപ്പം മുതലേ ആരാധിക്കുന്ന ആ കവിത മുഴുവൻ ഹൃദയസ്ഥമാക്കിയാണ്. എൻ കുടിഞ്ഞിൽ എന്നൊരു ലൈനുണ്ട്, എൻ കുടിഞ്ഞിൽ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, സുകുമാർ അഴീക്കോട് ആകാശവാണിയിൽ പ്രഭാഷണത്തിന് വരാറുണ്ടല്ലോ, അത് ഞാൻ സാറിനോടൊന്ന് ചോദിക്കണം, ഈ കുടിഞ്ഞിൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് ചോദിക്കാമല്ലോ. അപ്പം അമ്മയ്ക്ക് പേടി. അമ്മയുടനെ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് വിളിച്ചു. അപ്പോൾ അഴീക്കോട് മാഷിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആപത്തായിരുന്നു ആ ചോദ്യം. അദ്ദേഹം പറയാണ്, വാസ്തവത്തിൽ ഞാൻ ഞടുങ്ങിപ്പോയി രാജേന്ദ്ര. ഈ കുഞ്ഞുകുട്ടിയമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ കുറേ നേരത്തേക്ക് ഞാനിങ്ങനെ അസ്തപ്രജ്ഞനായി നിന്ന് പോയി. എന്താണ് കൊടിഞ്ഞിൽ? കൊടിഞ്ഞിൽ അദ്ദേഹത്തെ അറിയില്ല. കുടിലാണോ ഇനി വേറെ വല്ലതുമാണോ? കുമാരനാശാൻ എന്താണ് ഈ കൊടിഞ്ഞിൽ എന്ന് പ്രയോഗിച്ചത്? കുടിൽ പോലുള്ള വീടാണോ? ഇപ്പോഴും പുള്ളിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, അത്രത്തോളം അറിവുള്ള ആൾക്കാർ പോലും വിഷമിക്കുന്നു. അപ്പോൾ ഒരറിവില്ലാത്ത സർവകലാശാല എന്നൊക്കെ പാസ്സായി വരുന്ന പിള്ളേരെല്ലാം നല്ല ഭാവനയുള്ള ആൾക്കാർ. അവരൊക്കെ ഗദ്യത്തിൽ കവിത എഴുതി അതെല്ലാം ഈ വാർഷിക പതിപ്പിൽ പബ്ലിഷ് ചെയ്യാനും തുടങ്ങി. കാരണം ഇരിക്കുന്ന പത്രാധിപരുണ്ടല്ലോ, അദ്ദേഹത്തിന് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ശാർദൂല വിക്രിയുടേതാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ശാർദൂല വിക്രിയുടെ ഇത് കിട്ടിയാൽ പെട്ടെന്ന് മനസ്സിലാവും. നേരത്തെ പറഞ്ഞ ആളുണ്ടല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയാവുന്ന, ഇപ്പോൾ അനുഷ്ഠിപ്പിലൊരു കവിത വന്നാൽ, എടാ പ്രഭാകര നീ ആ കാട്ടൂരില്ലത്തൊന്ന് പോകണം, ഒരു കവിതയാണ്. അത് അനുഷ്ഠിപ്പിലാണ് അത് എഴുതിയിരിക്കുന്ന ഒരാൾ. പക്ഷേ കേൾക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മതം കൊണ്ട് ആന ശോഭിക്കും, ഔദാര്യം കൊണ്ട് ഭൂപതി എന്ന് നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ അത് വൃത്ത നിബദ്ധമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പത്രാധിപന്മാർ നോക്കുമ്പോൾ അവർക്ക് പറ്റിയ കവിതകൾ സെലക്ട് ചെയ്ത്, ഉദാഹരണം ഇപ്പോൾ അന്ന് ഞാൻ ഇതുപോലെയുള്ളൊരു സായാഹ്നത്തിൽ ചെന്നു ഭദ്രതൻ വീട്ടിൽ പതറും കാൽവെപ്പോടെ, ഓക്കെ, അത് ശങ്കരക്കുറുപ്പിൻ്റെ നല്ല കവിതയാണ്. ഞാനൊരു കള്ളാശത്ത് വെച്ചിട്ട് എഴുതുകയാണ്, അന്ന് ഞാൻ പോയിരുന്നു, കാലടി പതറിയിരുന്നു, ഭദ്രയുടെ വീടാണ് അടുത്തുള്ളത്, ഗേറ്റിങ്ങിൽ ചെന്നപ്പോൾ അവൾ എന്നെ നോക്കി, ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഈ ശാർദൂലക്കരുടെ പത്താരികൾ നോക്കുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നു. അന്ന് ഞാൻ ഇതുപോലുള്ളൊരു സായാഹ്നത്തിൽ അങ്ങോട്ട് വായിക്കാനും ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ആക്സസിബിൾ ആയതുകൊണ്ട് ഇതിലേക്ക് മനസ്സ് വ്യാപരിക്കുന്നു. അങ്ങനെ ഇതാണ് കവിത എന്നുള്ള ധാരണയിൽ ഈ എഴുതി വെച്ച ഗദ്യത്തിനെ കവിതയാക്കി മാറ്റുന്നു. അപ്പോൾ പാട്ടിനാണെങ്കിലും കവിതയ്ക്കാണെങ്കിലും അഭിനയത്തിനാണെങ്കിലും ഒക്കെ ഇങ്ങനൊരു പ്രത്യേക അപജയം സംഭവിച്ചതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് വലിയ നല്ല ആക്ടേഴ്സ് ഉണ്ടാവാത്തതും. ഇപ്പോൾ മോഹൻലാൽ എന്നുള്ള ആൾ ഗംഭീരമായിട്ട് അഭിനയിക്കുന്നു. ലാലേട്ടൻ്റെ ഒരു മാനറിസം ഉണ്ട്. ലോകത്തുള്ളവർ മുഴുവൻ താൻ അനുകരിച്ചാൽ എങ്ങനെയുണ്ടാവും? എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ പണ്ടൊക്കെ താങ്കൾ തന്നെ പറഞ്ഞില്ലേ, എനിക്കല്പം വെള്ളം വേണം, എനിക്ക് അല്പം വെള്ളം വേണം എന്ന് മോഹൻലാൽ പറഞ്ഞ ഒരു സുഖമുണ്ട്. പക്ഷേ അടുത്ത നടനും ഇത് തന്നെ പറഞ്ഞു തുടങ്ങിയാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇവന് ആ വ്യക്തിത്വം ഉണ്ടാവില്ല. സത്യന് ശേഷം മോഹൻലാലെന്ന് നമ്മൾ പറയാനുള്ളൊരു കാരണം അതുകൊണ്ടാണ്. ഞാനൊരുപാട് കാട് കിടന്ന് പോയെങ്കിലും ഇത് ഈ ഒരു പ്രത്യേക കവിതയുടെ ഈ ഖണ്ഡകാവ്യം എന്ന് പറയുന്നത് മലയാളത്തിൽ ഒരു കവി എഴുതിയിരിക്കണം.
ഒരു പത്രാധിപർക്ക് വരുന്ന കവിത ഒരാൾ കവിത അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരെന്താണ്? കേശവൻകുട്ടി. കേശവൻകുട്ടി ഖണ്ഡകാവ്യം എഴുതിയിട്ടുണ്ടോ? ഇല്ല. എത്ര കവിത എഴുതിയിട്ടുണ്ട്? ഒരു 10 എഴുതിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തു. എന്താ ബുക്കിൻ്റെ പേരെന്താണ്? തൃശ്ശൂരിലെ മൂക്കോഞ്ചാത്തന്മാർ. ഒരു വരി പറയൂ. തൃശ്ശൂർ ഞാൻ നടക്കുകയായിരുന്നു, അപ്പോൾ ഇന്ത്യൻ ഓഫീസിൽ ചെന്നു, അവിടെ മൂക്കോഞ്ചാത്തിനെ കണ്ടു. ഹൂ ഹീ ഹീ, ഇതാണ് എൻ്റെ കവിത. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഖണ്ഡകാവ്യം എഴുതൂ എന്ന് ഉപദേശിച്ച് വിടണം. എങ്കിൽ മാത്രമേ ഈ ശ്രാവണ ബൽഗോള എന്ന് പറയുന്ന ജൈന സംസ്കൃതിയെക്കുറിച്ച് ഞാൻ എഴുതി വെച്ച ഈ ഒരു വലിയ മഹാകാവ്യമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ അവാർഡുകൾക്കും വലിയ മൂല്യം നമുക്കറിയാമല്ലോ. പക്ഷേ ഈ ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തെ, ഇതിനെക്കുറിച്ച് അവാർഡ് ഫംഗ്ഷന് അന്ന് പ്രഭാവർമ്മയുണ്ടായിരുന്നു. അബുദാബി ശക്തി അവാർഡ് തരുമ്പോൾ ഗോവിന്ദമാഷ് എനിക്ക് തരുന്ന സമയത്ത് പ്രഭാവർമ്മയുടെ ഇതേക്കുറിച്ചുള്ളൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് മുഴുവൻ പഠിച്ചിട്ട്, അദ്ദേഹത്തെ പോലെ അറിവുള്ള ഒരാൾ, യുവതലമുറയിലെ ഏറ്റവും മിടുക്കനായ ധിഷണാശാലിയായ കവി ഇതേക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഈ കവിതയുടെ മൂല്യത്തെക്കുറിച്ച് മാത്രമല്ല, വൃത്തത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിന് വൃത്താധിഷ്ഠിതമായ കവിതയ്ക്കുള്ള ഒരു അംഗീകാരം കൂടെയാണ് ഈ അവാർഡെന്നാണ് പുരസ്കാരം എനിക്ക് തോന്നുന്നത്. താങ്കളുടെ ഒരു എഴുത്തു ജീവിതമാണെങ്കിലും ഒരു രാഷ്ട്രീയ വിശ്വാസമാണെങ്കിലും ഒരു ഇടതുപക്ഷ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ അതേസമയം തന്നെ ശ്രീ കെ കരുണാകരനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളത് പലയിടത്തും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈയിടെ സച്ചിദാനന്ദൻ മാഷ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വലിയൊരു വിവാദമായിരുന്നു. കാരണം ഇടതുപക്ഷ ഭരണം നടക്കുമ്പോൾ അദ്ദേഹം ഒരു വലിയ പൊസിഷനിൽ, കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ എന്ന രീതിയിൽ വലിയൊരു സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന വളരെ അപക്വമായി പോയി എന്ന് ഉള്ള രീതിയിലുള്ള വിലയിരുത്തലുകളുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു എന്ന രീതിയിൽ വലതുപക്ഷ മീഡിയകളെല്ലാം തന്നെ ആഘോഷിക്കുന്നുണ്ട്. രണ്ട് വിശ്വാസ വഴിയിലൂടെയും സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്ന രീതിയിൽ, രണ്ടിടത്തും ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരാളെന്ന രീതിയിൽ ഇതിനോടുള്ള താങ്കളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? യശ്പാലിൻ്റെ ഒരു നോവലാണ് നിറം പിടിപ്പിച്ച നുണകൾ. യശ്പാൽ എന്ന് വെച്ചാൽ നല്ലൊരു നോവലിസ്റ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ ഗംഭീരമായ നോവൽ എഴുതുകയാണ്. അപ്പോൾ പൈരോക്കാർ എന്നൊരു പത്രം, നോവലിലെ കഥാപാത്രം ജയദേവൻ നടത്തുന്നൊരു പത്രമാണ്. അങ്ങനെ വിപ്ലവകാരിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പത്രാധിപരായ ജയദേവൻ. അപ്പോൾ ജയദേവൻ ആ പൈരോക്കാരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ഇലക്ഷൻ കാര്യങ്ങളൊക്കെ, ജയദേവനൊക്കെ ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ആൾക്കാരാണ് അന്ന്. ഇത് ലഗ്നമാണ് സ്ഥലം. അപ്പോൾ ഈ ജയദേവൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സമീപനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമീപന സമയത്താണ് ഒരു പ്രത്യേക ഇലക്ഷൻ നടക്കുന്നു. ആ ഇലക്ഷനിൽ സൂബ്ജി എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. സൂബ്ജി എന്ന് പറയുന്നത് ഇടതുപക്ഷ വിരുദ്ധനാണ്. പുള്ളി 10,000 വോട്ടിന് തോറ്റു എന്നൊരു വാർത്ത വരും. അത് നോവലിൻ്റെ എൻഡിലാണ്, അവസാനത്തെ ഖണ്ഡികയാണത്. അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ താരയോ മറ്റോ വന്ന് പറയും ഇങ്ങനെ റിസൾട്ട് വന്നു, സൂബ്ജി 10,000 വോട്ടിന് തോറ്റു എന്ന്. അപ്പോൾ ജയദേവൻ്റെ ഒരു കമൻ്റാണ്, എത്ര കാലവും നിറം പിടിപ്പിച്ചാലും സത്യം പിന്നെയും ജയിക്കും. യഥാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സത്യമുണ്ടല്ലോ, അതാണല്ലോ രാഷ്ട്രീയം. അതിനെ ആർക്കും അപജയപ്പെടുത്താൻ പറ്റില്ല. അത് ആത്യന്തികമായിട്ട് എന്തെല്ലാം കുഴപ്പങ്ങൾ വന്നാലും അത് സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. അതാണ് ജയദേവന് ആ സൂബ്ജി 10,000 വോട്ടിന് തോറ്റു എന്ന് പറയുമ്പോൾ ആ പ്രത്യയശാസ്ത്രത്തിനെതിരെ നിന്ന ആൾക്കാർ തോറ്റു എന്നാണ് പറയുന്നത്. അഴിമതി അവിടെ തകർന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അഴിമതിയിലാണ് കംപ്ലീറ്റ് നാട് ആ സമയത്ത്. അപ്പോൾ ഇയാൾ ആശ്വസിക്കുകയാണ്, 10,000 വോട്ടിന് പുള്ളി തോറ്റു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ. സത്യത്തെ എത്രമാത്രം നുണകൾ കൊണ്ട് നിറം പിടിപ്പിച്ചാലും സത്യം പിന്നെയും ജയിക്കും. അതാണ് ഇപ്പോൾ ഏതെല്ലാം പ്രത്യയശാസ്ത്രം വന്നാലും ആത്യന്തികമായിട്ട് ഒരു സത്യം എന്താണെന്നറിയാമല്ലോ. ആ സത്യം ജയിക്കാതിരിക്കാൻ നിർവാഹമില്ല. എല്ലാ ശക്തികളും അതിനോട് ചേർന്നേ പറ്റൂ. കാരണം ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം സത്യം ജയിക്കുക എന്നുള്ളതാണ്. സജീവ രാഷ്ട്രീയത്തിലില്ലെങ്കിലും ഇപ്പോൾ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന രീതിയിൽ കേരളത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ്. 2 സീസണിലും ഇടതുപക്ഷമാണ് ജയിച്ചത്. നീണ്ട 10 വർഷം ശ്രീ പിണറായി വിജയൻ്റെ ഭരണത്തിലായിരുന്നു കേരളം. ഇപ്പോൾ വീണ്ടും മറ്റൊരു ഇലക്ഷനെ നേരിടുന്ന സമയത്ത് ഇടതുപക്ഷക്കാരായി പൊതുവെ അറിയപ്പെടുന്ന ഇപ്പോൾ സാറ ജോസഫ്, അവരും ഇതുപോലെ തന്നെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. സച്ചിദാനന്ദൻ മാഷിൻ്റെ ഇതുപോലെയുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് തുടർച്ചയായി ഭരണം ലഭിക്കുന്നത് ഏത് രാജ്യത്തെ ഏത് ഭരണാധികാരിയാണെങ്കിലും അത് വലിയൊരു അപജയത്തിനിടയാക്കും. ചിലപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി തന്നെ ഇല്ലാതാവുന്നൊരവസ്ഥയിലേക്ക് വരും. അവർ സ്വാർത്ഥന്മാരായിരിക്കും, അല്ലെങ്കിൽ അവർ അഹങ്കാരികളായി മാറും. അങ്ങനെയുള്ള ഒരുപാട് മറുപടികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ വരുന്ന ഇലക്ഷനിൽ എങ്ങനെ മാറ്റം വരണമെന്നാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള രീതി വളരെ സംതൃപ്തി ആർന്നതാണ്? ഇതിനുള്ള എൻ്റെ മറുപടി ഇതാണ്. അക്കിത്തം കുമാരനാശാൻ്റെ ഒരു കവിത എപ്പോഴും ഇങ്ങനെ ആഫീസിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ അദ്ദേഹം ചൊല്ലാറുണ്ട്.
അദ്ദേഹത്തിൻ്റെ ഒരു ആ വാർദ്ധക്യ സഹജമായ ശബ്ദത്തിലും ഒരു പ്രത്യേക സ്റ്റൈലിലും ചൊല്ലുമ്പോഴും ഞാനും രമേശ് നായരും ഒക്കെ ഇങ്ങനെ സാഗൂതം കേട്ടുകൊണ്ടിരിക്കും. ഇതാണത്. കരുതുക ചെയ്യ വയ്യ, കരുതുവതിക ചെയ്യ വയ്യ എന്നുള്ള പുള്ളി പ്രത്യേക രീതിയിലാണല്ലോ. കരുതുവതിക ചെയ്യ വയ്യ, ചെയ്യാൻ വറുതില വെച്ചുകളിൽ നിന്നിടാ വിചാരം, പരമഹൃദയം അറിഞ്ഞുകൂടാ, ആയുസ്ഥിരതയുമില്ല, അതിനിന്യമീ നരത്തു, കരുതുവത് ഇഹ ചെയ്യ വയ്യ. അങ്ങനൊരു ഡയലമ്മയിലാണ് അദ്ദേഹം എന്നും ഉണ്ടായിരുന്നത്. അദ്ദേഹം പക്ഷേ തപസ്യ അങ്ങനൊരു സാഹിത്യവേദിയിലൊക്കെ ആളായിരുന്നു. പക്ഷെ അദ്ദേഹം കോട്ട് ചെയ്യുന്നത് കുമാരനാശാനായിരുന്നു. ഈ വരികളിലെ ഇടയിൽ വായിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള എം ഡി രാജേന്ദ്രൻ്റെ മറുപടി നമുക്ക് കിട്ടും. അതാണ് ശ്രാവണ പള്ളുകൊള. ഇത് ഇങ്ങനെ ഈ വരികൾക്കുള്ള ഈ പറഞ്ഞ ഈ സത്യം തേടി പോയിട്ടുള്ള ജൈനമത വിശ്വാസികളുടെ അവർ തേടിക്കൊണ്ടിരുന്ന ആത്യന്തികമായിട്ട് ഇതാണ്. നമ്മൾ ചോദിച്ച ഈ ഡയലമ തന്നെയായിരുന്നു അവർക്കും ഉണ്ടായിരുന്നത്. അത് തേടിയിട്ടാണ് ഈ ജൈനമതം മൊത്തം പോയിരുന്നത്. ഇതാണോ അതിതാണോ, ഇങ്ങനെ ഒരു സംശയത്തിൻ്റെതായൊരു ലോജിക്ക്. അപ്പോൾ ഈ ലോജിക്കിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പോയപ്പോഴാണ് ശങ്കരൻ വന്ന് പറഞ്ഞത് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞത്. അദ്വൈതം അതാണോ ഇതാണോ? പുള്ളി ഉത്തരം പറഞ്ഞു അദ്വൈതം. അപ്പോൾ ജൈനമതത്തിൽ നിന്ന് അദ്വൈതത്തിലെത്തി ഒരു പ്രത്യേക ഐതിഹാസികമായ പാരമ്പര്യം ഉള്ളപ്പോൾ ഏറ്റവും നല്ല ഉത്തരം കരുതുവതിക ചെയ്യ വയ്യ. എന്തായാലും വലിയ സന്തോഷം നിറഞ്ഞ അഭിമാനം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു. ഇനി താങ്കളുടെ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ശബ്ദത്തിൽ ഇതിലെ കുറച്ച് വരികൾ കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. നിശ്ചയമായിട്ടും ഞാൻ എടുക്കാൻ പോകുന്ന സിനിമയിലെ തന്നെ ഒരു ഭാഗം ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബ്രഹ്മാണ്ഡ സങ്കല്പത്തിൽ ചിത്രത്തൂണുകൾ പോലും പതറിപ്പോകും, ലാസ്യവർത്തുള കിരണങ്ങൾ സർവാംഗം ഗ്രസിക്കുന്നു, വിഷയാസക്തം ഭോഗലാലസം മനസ്സുകൾ തുഴപോയി ഉഴലുന്ന തോണികൾ പോലെ, കാലിനടിയിൽ നിന്നും ഭൂമി വിണ്ടുകീറിയ പോലെ, സിരയിൽ സീൽക്കാരത്തിൻ മകുടീമായം പോലെ, ആശതൻ പാശം ബന്ധിക്കുന്നുവോ, ധർമാധർമ്മമൂശയിലുരുകിയോ രാഗവും വൈരാഗവും, വ്യാമുഗ്ധം നിൽക്കും ചക്രവർത്തിതൻ മുന്നിൽ വീഴും താരുണ്യത്തിടമ്പിനെ കൊത്തുവാനൊരു റാഞ്ചൽ പക്ഷിയെത്തുന്നു, മഹാഖഗത്തിൻ ചിറകുകൾ മൃത്യുവിൻ കൊടുങ്കാറ്റിൻ ഹുങ്കാരമുയർത്തുന്നു, ആശതൻ പാശം ബന്ധിക്കുന്നുവോ, ധർമാധർമ്മമൂശയിലുരുകിയോ രാഗവും വൈരാഗവും, വ്യാമുഗ്ധം നിൽക്കും ചക്രവർത്തിതൻ മുന്നിൽ വീഴും താരുണ്യത്തിടമ്പിനെ കൊത്തുവാൻ ഒരു റാഞ്ചൽ പക്ഷിയെത്തുന്നു, മഹാഖഗത്തിൻ ചിറകുകൾ മൃത്യുവിൻ കൊടുങ്കാറ്റിൻ ഹുങ്കാരമുയർത്തുന്നു. അന്തർനേത്രങ്ങൾ തുറന്ന് അജനാഭത്തിൻ രാജൻ അവസ്ഥാന്തരങ്ങൾ തൻ ഭൂമിക കണ്ടെത്തുന്നു, ആധിവ്യാധികൾക്കെല്ലാം അപ്പുറം വൈരാഗ്യത്തിൻ വീതിയിൽ വന്നെത്തുന്നു, വിസ്തൃതമാം സാമ്രാജ്യം മക്കൾക്കായി നൽകി തീർത്തും ലൗകിക വിരക്തനായി അപ്രമേയമാം ജ്ഞാനഗഹ്വരം കയറുന്നു. ഇതൊരു ഭാഗമാണ്. എന്നിട്ട് തീർത്ഥങ്കരപുത്രർ ഏറ്റുമുട്ടുന്നു ക്രൂരം, ആർക്കാണു ജയം, ധർമാധർമ്മങ്ങൾ നടുങ്ങുന്നു, അധികാരത്തിൻ മോഹാന്ധതയോ സാക്ഷാൽ ധർമ്മനീതിയോ, ബ്രഹ്മാണ്ഡത്തിൽ ശാശ്വത മനസ്വരം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാണ്. അധികാരത്തിൻ മോഹാന്ധതയോ സാക്ഷാൽ ധർമ്മനീതിയോ, ബ്രഹ്മാണ്ഡത്തിൽ ശാശ്വതം അനശ്വരം, ഒടുവിൽ ഹിരൺമയബന്ധനം നീങ്ങി സത്യമൊരു സ്വസ്തികാ നിത്യനിർവാണപ്രഭയായി, ഭോഗഭൂമിയിൽ നിന്നും കർമ്മഭൂമിയിലെത്തും മൂല്യചിന്തനത്തിൻ്റെ തത്വദീപികയായി, വസ്തുവൈവിധ്യത്തിൻ്റെ സമ്യക് ദർശനത്തിൻ്റെ യുക്തിബോധത്തിൻ സിദ്ധിദർശന ശിലകളിൽ തെളിഞ്ഞു ഈശാവാസ്യപ്പൊരുളിൻ പൊരുൾ, ബാഹുബലിയും ഭരതനും ഋഷഭശ്രീചക്രങ്ങൾ, സ്മൃതിതൻ നടക്കാവിൽ കാലശാദ്വലങ്ങളിൽ ഋതുനിർവേദങ്ങൾ തൻ ഋഷഭാചലങ്ങളിൽ, പിന്നെയും ഒരു നിമിഷാർത്ഥം വന്നെത്തുന്നേതോ ബന്ധുര വികാരാർദ്ര വിസ്മിത ജ്വാലാമുഖം,
ആ പ്രഭാനാളത്തിൻ്റെ അർത്ഥവ്യാപ്തി തന്നാഴിക്കപ്പുറം യുഗങ്ങൾക്കു നൽകുവാൻ വിടർന്നിതാ ധർമ്മനീതിതൻ പുഷ്യരാഗ ചൈതന്യം തൂകും മൃണ്മയ തേജസ്സിൻ്റെ സഹസ്രാരപത്മങ്ങൾ. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, വീണ്ടും അപരിഗ്രഹം, പഞ്ചവ്രതങ്ങൾ അനുഷ്ഠിച്ചും വിധികൾ, ജിനധർമ്മവിധികൾ സമസ്തവും പരിപാലിച്ചും തീർത്ഥങ്കര പൂജകൾ ചെയ്തും എത്തും കേവല ജ്ഞാനപൂർണത വിളങ്ങിടും ഉത്തുംഗതലങ്ങളിൽ കാലവും പ്രകൃതിയും. അപ്രമേയതേ നിൻ കാൽനഖേന്ദു മരീചികൾ അന്തരിന്ദ്രിയങ്ങളിൽ ജിനജ്വാലയായി മാറി യജ്ഞവേദിയിൽ ഉപവീതമായി ജന്മാന്തര സത്യചക്രത്തിൻ ധർമ്മമന്ത്രണധ്വനിയായി. ആ മന്ത്രം അനുപദം ശ്രവിച്ചിടുമ്പോൾ ഞങ്ങൾക്ക് ആനന്ദം ജിനാനന്ദം അതിൽ നിൻ പ്രഭാപത്മം. ചാർവാക സിദ്ധാന്തങ്ങൾ പിറക്കും മുമ്പേ വേദവേദാന്ത പ്രണവങ്ങൾ ഉരുവിട്ടിടും മുമ്പേ അത്യുദാത്തമം സമ്യക് സംസ്കാര ചാരിത്ര്യത്തിൻ ചക്രധർമ്മത്തിൻ ശിലാസന്ദേശം കണ്ടു ലോകം. ആ ദിവ്യ ശിലാശാസനങ്ങൾ തൻ പൊരുളുകൾ ആ ചന്ദ്രതാരം പ്രഭാപത്മമായി തിളങ്ങുന്നു. അപ്പോൾ ഇത് ഞാൻ ഇതിന് കാരണം എൻ്റെ കവിതയല്ല വസ്തുത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഇത്രയും വർഷത്തിൻ്റെ ആർജിതമായിട്ടുള്ള ഒരു സംസ്കൃതി ഉണ്ടല്ലോ, അത് ഒന്ന് അക്ഷരം, കായ്ക്കാങ്ങ, പിന്നെ വൃത്തങ്ങൾ, പിന്നെ നമ്മൾ കടന്നു പോകുന്ന ഒരുപാട് വഴിയമ്പങ്ങളുണ്ട്. നമ്മുടെ വലിയ വലിയ എഴുത്ത് വള്ളത്തോൾ, എടശ്ശേരി, ഉള്ളൂർ, കുമാരനാശാൻ, ഇങ്ങനെ പോയ ഒരു വലിയ തലമുറയുണ്ട്. വലിയൊരു കാവ്യ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ ഇങ്ങേയറ്റത്തെ ഒരു കണ്ണിയാണ് വലിയ സാഗരത്തിന്. യേശുദാസ് പറയുന്നില്ല, ഞാൻ ഈ അടുത്ത ദിവസം ദാസേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞതാണ് മേളകർത്താരാഗത്തെക്കുറിച്ചൊരു സംഭവം ഞങ്ങൾ സംസാരിച്ചപ്പോൾ. അപ്പോൾ പുള്ളി പറയായിരുന്നു, ഇപ്പോൾ ഈ 86-ാമത്തെ വയസ്സിലും ഞാൻ രാവിലെ ഇരുന്നിട്ട് ഈ മേളകർത്താരാഗത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സംഗീതം ഒരു വലിയ സാഗരമാണ് രാജേന്ദ്ര. അതിലെ ഒരു ചെറിയ തുള്ളിയാണ് നമ്മളൊക്കെ. ഇനിയും കിടക്കുകയാണെന്ന് സാഗരം എന്ന് പറഞ്ഞ പോലെ ഈ ശ്രാവണ ബൾഗോള എന്നൊക്കെ പറയുന്ന ചെറിയ തുള്ളികൾ മഹത്തായ ഒരു എന്താ പറയുക അക്ഷര സാഗരത്തിന് മുമ്പിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഇതൊരു നമ്മുടെ ഒരു താക്കീതാണ്, നീ മുന്നോട്ട് പോകൂ എന്നുള്ളത്. അതാണ്. അതുകൊണ്ട് നമ്മൾ അക്കിത്തം പറഞ്ഞ പോലെ കരുതുക ചെയ്യവയ്യ, കരുതുന്നുണ്ട്, പക്ഷേ അത് ചെയ്യാനുള്ള ചെയ്യാൻ വരുതി ലഭിച്ചിടിൽ നിന്നിടാ വിചാരം. അഥവാ ചെയ്യാൻ തോന്നിയാലും നടക്കുന്നില്ല. പരമഹിതം അറിഞ്ഞുകൂടാ, എന്താണ് ദൈവം നിശ്ചയം അറിഞ്ഞുകൂടാ, സ്ഥിരതയുമില്ല, എത്ര കാലം ജീവിക്കുമെന്ന് അറിഞ്ഞുകൂടാ, അതിനിന്യമീ നിരത്തും. അതാണ് കറക്റ്റ്. ഇന്ത്യയുടെ ഈ എഴുത്തമ്മ പുരസ്കാരം പോലെ വലിയ വലിയ പുരസ്കാരങ്ങൾ ഇനിയും ശ്രാവണ ബളഗോള എന്ന ഈ ഖണ്ഡകാവ്യത്തെ തേടി വരട്ടെ. എം ഡി രാജേന്ദ്രൻ എന്ന കവിയുടെ വഴികളിൽ ഇനിയും ഒരുപാട് കൃതികൾ പിറക്കട്ടെ. എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. അതിന് ഇന്ത്യയുടെ പറ്റി ഒരു വാക്കൂടെ പറയാം. ഈ അവാർഡുകളൊക്കെ കൊടുക്കുന്ന ആളുണ്ടല്ലോ, ഈ സാക്ഷാൽ സോഹൻ റോയ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്ഥാനമാണ് ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഭാഷാസേവനം ചെയ്യുന്ന സോഹൻ റോയ് ഹിംസെൽഫ് ഈസ് എ പോയറ്റ്. മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത അണുകവിത പുള്ളി ഉണ്ടാക്കിയിരിക്കുകയാണ്. കുഞ്ഞുണ്ണി മാഷ്ട കവിതയില്ലേ, അതിൽ ലഘുവായ വാക്കുകൾ 4 വരിയിലുള്ള ഓരോ ദിവസവും അദ്ദേഹം കവിത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ശ്ലോകങ്ങൾ. ഓരോ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചാണ് ഈ കവിതകൾ ഉണ്ടാകുന്നത്. അത് കളക്ട് ചെയ്തിട്ട് ബ്രഹ്മാണ്ഡം പോലെ അത് വലിയൊരു ബുക്കാണ്. വാസ്തവത്തിന് അതിനാണ് നമ്മൾ അവാർഡ് കൊടുക്കേണ്ടത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനിത് എഴുതുന്നെന്നോ ഞാൻ കവിയാണെന്നോ അദ്ദേഹം ഭാവിക്കുന്നുമില്ല. അങ്ങനെ ഒരു വലിയ മനുഷ്യൻ്റെ പേരിൽ മലയാളത്തിൽ ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി, അദ്ദേഹത്തിൻ്റെ എത്രയോ കാലത്തെ ജീവിതമാണല്ലേ, ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്ര സമ്പൂർണ്ണമായ ഒരു ജീവിതമാണ്. എല്ലാ 19 പടങ്ങളും അതുപോലെ ഭാഷാകേസരി അത്രയും കൃതികളും ഒക്കെ എഴുതി വലിയ മനുഷ്യൻ്റെ അദ്ദേഹത്തിന് ഈ അവാർഡ് ഏറ്റവും ഉചിതമായൊരു അവാർഡായിട്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ഇത് വാങ്ങാൻ സാധിക്കുന്ന എൻ്റെ ഒരു ഭാഗ്യമാണ്. കാരണം എൻ്റെ മുമ്പേ പോയ ആളാണ്. പലപ്പോഴും അദ്ദേഹം എൻ്റെ മുമ്പിലായിരുന്നു. ഞാൻ സുബ്രഹ്മണ്യത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് സിനിമയ്ക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനവിടെ സുബ്രഹ്മണ്യത്തിന് വേണ്ടി ഒരു കഥ എഴുതാൻ പോയപ്പോൾ പുള്ളിയുടെ കഥ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മദ്രാസിൽ പാട്ട് എഴുതാൻ പോകുമ്പോൾ ദേവരാജ മാഷ്ട കൂട്ടിരുന്ന് ഇദ്ദേഹം പാട്ട് എഴുതി കഴിഞ്ഞു. പക്ഷേ ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്ന ഒരു സുഹൃതമാണ് അല്ലേ, ഒരേ വേദിയിൽ ആദരിക്കപ്പെടുന്നു. അതൊരു സുഹൃതമാണല്ലോ എപ്പോഴും. അവിടെയും പിന്നെയും വാസുവേട്ടിൽ അവസാനിപ്പിക്കാം സുഹൃതം. അദ്ദേഹത്തിൻ്റെ ഫേമസ് പടമല്ലേ. സന്തോഷം.